അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏത്? 5/6, 4/15, 7/9, 5/12. 5/6, 4/15, 7/9, 5/12. ഇതിലേറ്റവും ചെറുത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിലുള്ളതെല്ലാം ഒരു സംഖ്യയാക്കാം. എന്നാൽ പിന്നെ നമുക്കത് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6, 15, 9, 12 ഇതിൻ്റെ LCM കാണാം. എന്നിട്ട് എല്ലാ ഡിനോമിനേറ്ററിലും ഒരേ സംഖ്യ ആക്കുക, അതായത് LCM ആക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ LCM കാണാൻ 6, 15, 9, 12 ഇതിൻ്റെ LCM കാണാം. 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 6-ൽ 2, 15-ൽ 5, 9-ൽ 3, 12-ൽ 4. വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 2-ൽ 1, 5-ൽ പോവില്ല, അതുപോലെ എഴുതി. 3 അതുപോലെ എഴുതി. 4-ൽ 2. അപ്പോൾ നമ്മൾ LCM എന്ന് പറഞ്ഞാൽ 3 × 2 × 5 × 3 × 2, 3 × 2 × 5 × 3 × 2, 3 × 2 6, 5 × 3 15 × 2 6 × 30 180 കിട്ടും. LCM എത്രയാണ്? 180. അപ്പോൾ നമ്മൾ എല്ലാ ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യുക? 180 ആക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം 5/6 ആണുള്ളത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 6നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് ഇവിടെ 180 ആവുക? നമുക്കറിയാം 180/6 എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ ഇൻറ്റു 30. അപ്പോൾ ന്യൂമറേറ്ററിൽ 30 കൊണ്ട് ഗുണിക്കാം. ഓക്കെ. അടുത്ത സംഖ്യ 4/15 ആണ്. ഓക്കെ. 15നെ എന്തുകൊണ്ട് ഗുണിച്ചാലും 180 ആകാൻ നോക്കാം. അതായത് 180/15 നമ്മൾ 3 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 5ഉം ഇവിടെ 60. 60-ൽ എത്ര 5 ഉണ്ട്? 10ഉം 12. അപ്പോൾ 15നെ 12 കൊണ്ട് ഗുണിച്ചാൽ 180 ആവും. അപ്പോൾ മുകളിലും 12 കൊണ്ട് ഗുണിക്കാം. ഓക്കെ. ഇനി അടുത്ത സംഖ്യ 7/9 ആണ്. 7/9. 9നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 180 ആവാൻ നോക്കാം. ദാറ്റ് മീൻസ് 180/9. 18-ൽ 2 20. അപ്പോൾ ഇവിടെ 20 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ന്യൂമറേറ്ററിലും 20 കൊണ്ട് ഗുണിക്കുക. ഓക്കെ. അടുത്ത സംഖ്യ 5/12 ആണ്. അപ്പോൾ നമ്മൾ 180നെ 12 കൊണ്ട് ഗുണിക്കുക. 12 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 കൊണ്ട് വെട്ടിയാൽ 3 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 4, ഇവിടെ 6, 60. 2 കൊണ്ട് വെട്ടി ഇവിടെ 2, ഇവിടെ 30, 30/2 15. അപ്പോൾ ഇവിടെ 15 കൊണ്ട് ഗുണിച്ചാൽ അപ്പോൾ മുകളിലും 15 കൊണ്ട് ഗുണിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളെ സംഖ്യകൾ നമ്മൾ മാറ്റി എഴുതി. താഴെ മൊത്തം 180 ആക്കി. ഓക്കെ. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് ഡിനോമിനേറ്റർ 150, 5 × 30 150. ഇവിടെ ഡിനോമിനേറ്ററിൽ 180, 4 × 12 24 24 48. അടുത്ത സംഖ്യ ഡിനോമിനേറ്ററിൽ 150, 7 × 20 140. അടുത്തത് ഡിനോമിനേറ്ററിൽ 180, 5 × 15 75. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഇതാണ്. കാരണം ന്യൂമറേറ്ററിൽ ചെറുത് 48. ഡിനോമിനേറ്ററിലെല്ലാം സെയിം ആണ്. ന്യൂമറേറ്ററിൽ ഏറ്റവും ചെറുത് 48. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 4/15 ആണ്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, 5 1/4 മൈനസ് 3 1/2 ഈക്വൽ ടു വാട്ട്? 5 1/4 മൈനസ് 3 1/2 ഈക്വൽ ടു വാട്ട്? അത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പൂർണ്ണസംഖ്യകൾ ചെയ്യാം. പൂർണ്ണസംഖ്യ ഇവിടെ 5 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ 5 - 3. പിന്നെ ഇവിടെ ഫ്രാക്ഷൻ വരുന്നത് പ്ലസ് 1/4 ഉണ്ട്. പിന്നെ ഇവിടെ മൈനസ് 1/2 ഉണ്ട്. അപ്പോൾ 5-ൽ നിന്ന് 3 പോയാൽ 2 പ്ലസ് 1/4-ൽ നിന്ന് 1/2 പോയാൽ നമ്മൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരേ സംഖ്യയാക്കി ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഡിനോമിനേറ്ററിൽ 4 വരും. പിന്നെ ഇവിടെ 1 - 2 എത്ര? -1.
അല്ലേ? ദാറ്റ് ഈസ് 2 - 1/4. ഇത് ചെയ്യുമ്പോൾ 2 × 4 8, 8 - 1 7, 7/4 വരും. 7/4 നമുക്ക് 7 എത്ര 4 ഉണ്ട്? ഒരു 4, ശിഷ്ടം 3, 3/4. അപ്പോൾ 1 3/4 എഴുതാം. ആൻസർ എത്രയാണ്? 1 3/4. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരാൾ 400 ആപ്പിൾ വിറ്റപ്പോൾ 480 ആപ്പിളിൻ്റെ വാങ്ങിയ വില ഈടായെങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര? ഇപ്പോൾ ഒരാൾ 400 ആപ്പിൾ വിറ്റപ്പോൾ 480 ആപ്പിൾ വാങ്ങിയ വില കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം കാണുമെന്ന് പറയുന്നത് അയാൾക്ക് ചിലവായ പൈസ എന്ന് പറയുന്നത് ഒരു ആപ്പിളിന് X രൂപയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 400 ആപ്പിൾ വാങ്ങുമ്പോൾ അയാൾക്ക് ടോട്ടൽ ചിലവായ തുക എന്ന് പറയുന്നത് 400X ആണ്. സെല്ലിംഗ് പ്രൈസ്, അയാൾ വിറ്റ വില എന്ന് പറയുന്നത് 480 ആപ്പിൾ വാങ്ങിയ വിലക്കനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. അതായത് 480X രൂപ അയാൾ സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ഇതിൽ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 480X മൈനസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 400X ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് 400X ഇൻറ്റു 100. ദാറ്റ് ഈസ് 480X 400 പോയാൽ 80X ഡിവൈഡ് ബൈ 400X ഇൻറ്റു 100. ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോകും. 0 0 ഈ 0 പോകും. സോ 80/4 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 40 വരും, ഇവിടെ 2 വരും. 40/2 20%. അപ്പോൾ ലാഭശതമാനം 20 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 13 ആളുകളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. അതിൽ ആദ്യത്തെ 7 പേരുടെ ശരാശരി ഭാരം 48 കിലോഗ്രാമും അവസാനത്തെ 7 പേരുടെ ശരാശരി ഭാരം 52 കിലോഗ്രാമും ആയാൽ ഏഴാമത്തെ ആളുടെ ഭാരം എത്ര? നമ്മോട് പറഞ്ഞിട്ടുള്ളത് 13 ആളുകളുടെ ശരാശരി ഭാരം തന്നിട്ടുണ്ട്. 13 ആളുകളുടെ ശരാശരി ഭാരം എത്രയാണ്? 50 കിലോഗ്രാം ആണ്. അതിൽ ആദ്യത്തെ 7 പേരുടെ ശരാശരി ഭാരം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് 13 ആളുകളുടെ ശരാശരി ഭാരം 50 തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ 7 പേരുടെ ശരാശരി ഭാരം എന്ന് പറഞ്ഞാൽ 48 കിലോഗ്രാമാണ്. അവസാനത്തെ 7 പേരുടെ ശരാശരി ഭാരം എന്ന് പറഞ്ഞാൽ 52 കിലോഗ്രാമാണ്. നമുക്ക് ഏഴാമത്തെ ആളുടെ ശരാശരി ഭാരമാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആവറേജിൻ്റെ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്കിത് ചെയ്യാം. 13 ആളുകളുടെ ആവറേജ് 50 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 13 ആളുകളുടെ, അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ പ്ലസ് തേർഡ് പേഴ്സൺ എക്സെട്ര A7 പ്ലസ് എക്സെട്ര പ്ലസ് 13 വരെ ഉണ്ട്, A13. അപ്പോൾ 13 ആളുകളുടെ ടോട്ടൽ വെയിറ്റ് കിട്ടി, ഭാരം. ഓൾ ഡിവൈഡ് ബൈ 13 ചെയ്താൽ ശരാശരി ഭാരമായി 13 ആളുകൾ. എത്രയാണ്? 50 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇനി ഇതിൻ്റെ അർത്ഥം എന്താ? ആദ്യത്തെ 7 പേരുടെ ശരാശരി ഭാരം 48. ദാറ്റ് മീൻസ് A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് A7 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 48 കിലോഗ്രാം. അതാണ് അതിൻ്റെ അർത്ഥം. A1 മുതൽ A7 വരെയുള്ള ആളുകളുടെ, ആദ്യത്തെ 7 ആളുകളുടെ ശരാശരി ഭാരമാണ് 48. ഇനി ഇതെന്താ പറഞ്ഞത്? അവസാനത്തെ 7 പേരുടെ ശരാശരി ഭാരം 52. ദാറ്റ് ഈസ് A7 പ്ലസ് A8 പ്ലസ് എക്സെട്ര പ്ലസ് A13 ഡിവൈഡഡ് ബൈ 7. ഇതെത്ര? 52 കിലോഗ്രാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതിയത്. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ നിന്ന് A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് A7 ഈ 7 അങ്ങോട്ട് കൊണ്ടുപോയാൽ എനിക്ക് 48 × 7 എന്ന് എഴുതാം. A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് A7 48 × 7 എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ A7 പ്ലസ് A8 പ്ലസ് എക്സെട്ര പ്ലസ് A13 ഈ 7 അങ്ങോട്ട് കൊണ്ടുപോയാൽ
52 ഇൻറ്റു 7 എന്ന് എഴുതാം. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈ ഇക്വേഷനിൽ നമുക്കറിയാം A1 to A1 A2 A3 എക്സെട്ര പ്ലസ് A7 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് എത്രയാണ്? 48 ഇൻറ്റു 7. അപ്പോൾ ഇത് ഇവിടെ കൊടുക്കാം, 48 ഇൻറ്റു 7 പ്ലസ് ഇവിടെ എന്തുണ്ട്? A8 പ്ലസ് അങ്ങനെ ഉണ്ട്, A9 അങ്ങനെ A13 വരെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നമുക്കുള്ളത് A7 പ്ലസ് A8 പ്ലസ് എക്സെട്ര പ്ലസ് A13 ഈക്വൽ ടു 52 ഇൻറ്റു 7 ആണ്. പക്ഷെ ഇവിടെ A8 മുതലാണ് പോകുന്നത്, ഇവിടെ A7 കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഈ A7 എങ്ങോട്ട് കൊണ്ടുപോയാൽ മൈനസ് A7 ആവും. അപ്പോൾ ഇവിടെ പിന്നെ എന്തായി? A8 പ്ലസ് A9 പ്ലസ് A10 പ്ലസ് എക്സെട്ര പ്ലസ് A13 ആയി. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് 52 ഇൻറ്റു 7 മൈനസ് A7 കൊടുത്താൽ മതി. 52 ഇൻറ്റു 7 മൈനസ് A7. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഇതിൽ A7 കണ്ടാൽ പോരെ അല്ലേ? ദാറ്റ് ഈസ് ഈ 13 അങ്ങോട്ട് കൊണ്ടുപോയാൽ 48 ഇൻറ്റു 7 പ്ലസ് 52 ഇൻറ്റു 7 മൈനസ് A7 ഈക്വൽ ടു 13 അങ്ങോട്ട് കൊണ്ടുപോയാൽ 50 ഇൻറ്റു 13. ദാറ്റ് ഈസ് 48 ഇൻറ്റു 7 52 ഇൻറ്റു 7 കോമൺ ആയിട്ട് 7 പുറത്തെടുത്താൽ നമുക്ക് 48 പ്ലസ് 52 എന്ന് എഴുതാം. പിന്നെ ഇവിടെ മൈനസ് A7 ഉണ്ട് ഈക്വൽ ടു 50 ഇൻറ്റു 13 എത്രയാണ്? 65 ആണ്. എത്രയാണ്? 65 പിന്നെ 0 650 ആണ്. ഓക്കെ, ഇനി 48 പ്ലസ് 52 എത്രയാണ്? 100 ആണ്. ഇവിടെ എത്ര വരിക? 100. അപ്പോൾ 7 ഇൻറ്റു 100 മൈനസ് A7 ആണ് 650. ഈ മൈനസ് A7 അങ്ങോട്ട് കൊണ്ടുപോയാൽ 7 ഇൻറ്റു 100 700 മൈനസ് 650 ഈക്വൽ ടു A7. 700 650 പോയാൽ 50. അപ്പോൾ ഏഴാമത്തെ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50 കിലോഗ്രാം ആണ്. 50 കിലോഗ്രാം. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു കാർ കൊല്ലത്ത് നിന്ന് 7 AM യാത്ര തിരിച്ചു. 2 PM പാലക്കാട് എത്തി. കാറിൻ്റെ വേഗത 40 km/h ആണ്. ആയാൽ കൊല്ലത്ത് നിന്നും പാലക്കാട് വരെയുള്ള ദൂരം എത്ര? അപ്പോൾ കൊല്ലത്ത് നിന്ന് രാവിലെ 7 AM പാലക്കാട്ടേക്ക് ഒരു കാറിൽ യാത്ര തിരിച്ചു. ഇത് പാലക്കാട്. ഓക്കെ, പാലക്കാട് എത്തിയത് 2 PM. അങ്ങനെയാണെങ്കിൽ കൊല്ലവും പാലക്കാടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, നമുക്ക് കാറിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. കാറിൻ്റെ വെലോസിറ്റി എത്രയാണ്? 40 km/h ആണ്. ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ 7 മണിയാണ്. 7 മണി രാവിലെ 7 മണി മുതൽ 7 മണിക്ക് പുറപ്പെട്ടു, ഉച്ചക്ക് 2 മണിക്ക് എത്തി. അപ്പോൾ എത്ര മണിക്കൂറായി? 7 കഴിഞ്ഞാൽ 8 9 10 11 12 1 2 7 മണിക്കൂർ. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ 7 hours ആണ്. ഓക്കെ, നമുക്ക് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. പ്രവേഗത്തിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് D ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 40 km/h ആണ്. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എത്ര? 7 hours ആണ്. ഈ ഹവേഴ്സും വെട്ടിയാൽ 40 ഇൻറ്റു 7 എത്ര കിട്ടുക? 28 0 280 km ആണ് പാലക്കാട് നിന്ന് കൊല്ലത്തേക്കുള്ള ഡിസ്റ്റൻസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. എക്സ് എന്നാൽ സങ്കലനം എന്നും ഹരണം എന്നാൽ വ്യവകലനം എന്നും പ്ലസ് എന്നാൽ ഗുണനം എന്നും മൈനസ് എന്നാൽ ഹരണം എന്നുമാണ് അർത്ഥമെങ്കിൽ 40 ഇൻറ്റു 8 ഹരിക്കണം 8 മൈനസ് 2 പ്ലസ് 4 എത്ര? നമ്മോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണേണ്ടത് 40 ഇൻറ്റു 8 ഹരിക്കണം 8 മൈനസ് 2 പ്ലസ് 4 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ മാറ്റണം. ഇവിടെ ഇൻറ്റു ആണ് ചിഹ്നം. അപ്പോൾ ഞാൻ ആദ്യം ലെറ്റേഴ്സ് നമ്പേഴ്സ് മാത്രം ഒന്ന് എടുത്ത് എഴുതുകയാണ്. 40 8 8
2 4. ഇനി ചിഹ്നങ്ങൾ മാറ്റി എഴുതാണ്. അതായത് ഇവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു എന്നാൽ സങ്കലനം എന്നാണ് പറഞ്ഞത്. സങ്കലനം എന്ന് പറഞ്ഞാൽ പ്ലസ്. അടുത്തത് ഹരണം. ഹരണം എന്നാൽ വ്യവകലനം എന്നും. വ്യവകലനം എന്ന് പറഞ്ഞാൽ മൈനസ്. അടുത്തത് മൈനസ്. മൈനസ് എന്നാൽ ഹരണം എന്നും. മൈനസ് എന്നാൽ ഹരണമാണ്. അടുത്തത് പ്ലസ്. പ്ലസ് എന്നാൽ ഗുണനം എന്നും. പ്ലസ് എന്നാൽ ഗുണനം. നമുക്ക് ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബോർഡ് മാസ് റൂളാണ് ഉപയോഗിക്കുന്നത്. ബോർഡ് മാസ് റൂൾ. ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഈ ഓർഡറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഡിവിഷനാണ് ചെയ്യേണ്ടത്. 8/2 എന്ന് പറയുമ്പോൾ 4. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ 4 × 4. 4 × 4 16 എന്ന് വരും ഇവിടെ. അപ്പോൾ നമുക്കിവിടെ 40 + 8 ഉണ്ട്. പിന്നെ ഇവിടെ നിന്നിട്ട് -16. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 40ഉം 8ഉം 48. 48 - 16 എത്ര കിട്ടുക? 8 ന്ന് 6 പോയാൽ 2, 4 ന്ന് 1 പോയാൽ 3. അപ്പോൾ 32 കിട്ടുക ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ADCE ഈസ് ടു GJIK ആയാൽ DGFH ഈസ് ടു വാട്ട്? കോഡിംഗ് ആണ്. ADCE. ADCE എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത്? GJIK ആണെങ്കിൽ DGFH ഇതിനെ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത് നോക്കുക. അതേ റിലേഷൻ തന്നെ ആയിരിക്കും DGFHനെ കോഡ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് എല്ലാം ഒന്ന് എഴുതി വെക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ABCDEFGH IJKLMNOPQRSTUVWXYZ. ഇനി നോക്കൂ, ഇവിടെ എനെ ജിയിലേക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത്. എ കഴിഞ്ഞാൽ എത്രാമത്തെ ലെറ്റർ ജി? എ കഴിഞ്ഞാൽ 1 2 3 4 5 6ാമത്തെ ലെറ്ററാണ്. 6ാമത്തെ ലെറ്ററാണ് ജി. ഇനി ഡീനെ ജയിലേക്ക്. ഡീനെ ജയിലേക്കാണ്. ദാറ്റ് മീൻസ് എത്ര ലെറ്റർ കഴിഞ്ഞാലാണ് ജെ? 1 2 3 4 5 6ാമത്തെ ലെറ്ററാണ്. ഇനി സീനെ ഐയിലേക്ക്. സി കഴിഞ്ഞാൽ ഐ ഇവിടെ 1 2 3 4 5 6ാമത്തെ ലെറ്ററാണ്. ഇനി ഇനെ കെയിലേക്ക്. ഇ കഴിഞ്ഞാൽ 1 2 3 4 5 6ാമത്തെ ലെറ്ററാണ് കെ. ഓക്കെ, അതായത് ഇവിടുത്തെ ഓരോ ലെറ്ററും കഴിഞ്ഞ 6ാമത്തെ ലെറ്റർക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഡി കഴിഞ്ഞാൽ 6ാമത്തെ ലെറ്റർ 1 2 3 4 5 6. 6ാമത്തത് ജെ ആണ്. ഇനി ജി കഴിഞ്ഞാൽ 6ാമത്തത് 1 2 3 4 5 6. എം ആണ് വരിക ഇവിടെ. അടുത്തത് എഫ് കഴിഞ്ഞാൽ 6ാമത്തെ ലെറ്റർ 1 2 3 4 5 6 എൽ. അടുത്തത് എച്ച് ആണ്. എച്ച് കഴിഞ്ഞാൽ 6ാമത്തെ ലെറ്റർ 1 2 3 4 5 6 എൻ ആണ് വരും. നമ്മൾ കോഡിംഗ് എന്ന് പറഞ്ഞാൽ JMLN ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. രാജുവിനും അശോകനും യഥാക്രമം 9ാമതും 13ാമതുമാണ് ക്ലാസ്സിലെ റാങ്ക്. ആകെ 35 കുട്ടികളുള്ള ക്ലാസ്സിൽ പിന്നിൽ നിന്ന് അവരുടെ റാങ്ക് എത്രാമതായിരിക്കും? അപ്പോൾ രാജു അതുപോലെ തന്നെ അശോകൻ 2 പേരുണ്ട്. ഇതിൽ 2 ആളുടെയും റാങ്കുകൾ തന്നിട്ടുണ്ട്. ക്ലാസ്സിലെ റാങ്ക്. രാജുവിൻ്റെത് മുന്നിൽ നിന്ന് 9ാമത്തെ റാങ്കാണ്. അശോകൻ്റെത് മുന്നിൽ നിന്ന് എത്രാമത്തെ റാങ്കാണ്? 13ാമത്തെ റാങ്കാണ്. ആകെ 35 കുട്ടികളുള്ള ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുള്ളത്? 35 കുട്ടികളുള്ളത്. ക്ലാസ്സിൽ ആകെ 35 കുട്ടികളുള്ളത്. പിന്നിൽ നിന്ന് അവരുടെ റാങ്ക് എത്രയായിരിക്കും? അപ്പോൾ ഇത് മുന്നിൽ നിന്നുള്ള റാങ്കാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ബാക്കിലുള്ള റാങ്ക് എങ്ങനെയായിരിക്കും വരിക? അപ്പോൾ നമ്മൾ രാജുവിൻ്റെ നോക്കുകയാണെങ്കിൽ രാജുവിന് മുന്നിൽ നിന്ന് 9ാമത്തെ റാങ്കാണ്. ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രാജു ഇവിടുന്ന് 9ാമത്തെ ആളാണ്. രാജു അടക്കം ഇപ്പോൾ 9 പേരായി. ഓക്കെ, ആകെ 35 പേരാണുള്ളത്. അപ്പോൾ രാജുവിൻ്റെ പിറകിൽ ഇവിടെ എത്ര പേരുണ്ടാവും? 26 പേരുണ്ടാവും അല്ലേ? രാജുവിൻ്റെ മുന്നിൽ 8 പേരുണ്ടാവും. അപ്പോൾ
രാജുവിൻ്റെ മുന്നിൽ 8 പേര്, രാജുവിൻ്റെ പിറകിൽ 26 പേര്, ഇപ്പോൾ എത്രയായി? 34 പേരായി. പിന്നെ രാജു 35. ഓക്കെ, അപ്പോൾ പിറകിൽ നിന്ന് രാജുവിൻ്റെ പിറകിൽ 26 പേരുണ്ട്. അപ്പോൾ പിറകിൽ നിന്ന് രാജുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 27ാമത്തെ റാങ്ക് ആയിരിക്കും. ഓക്കെ, ഇനി അശോകൻ്റെ നോക്കാം. അശോകൻ്റെ മുന്നിൽ നിന്ന് 13, ആകെ 35. 35 നിന്ന് 13 പോയാൽ 22 അല്ലേ? അപ്പോൾ ഇവിടെ പിറകിൽ 22 പേരുണ്ടാവും അശോകൻ്റെ. അപ്പോൾ അശോകൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 23ാമത്തെ റാങ്ക് ആയിരിക്കും പിറകിൽ നിന്ന്. അപ്പോൾ നമുക്ക് 2 പേരുടെയും പിറകിലുള്ള റാങ്ക് കിട്ടി. പിറകിൽ നിന്ന് രാജുവിൻ്റെത് 27ാമതും അശോകൻ്റെത് 23ാമതും. അപ്പോൾ ഓപ്ഷൻ ഡി 27ാമതും 23ാമതും ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. FED HGF JIH LKJ ഡാഷ് അടുത്ത സീക്വൻസ് എങ്ങനെ വരും എന്നാണ് നമുക്ക് അറിയേണ്ടത്. FED HGF JIH LKJ ഡാഷ് അടുത്ത സീക്വൻസ് എങ്ങനെ വരും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആൽഫബറ്റിക് ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ABCDEF GHIJKLMNOPQRSTUVWXYZ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ എഫ് കഴിഞ്ഞാൽ എഫിനെ എച്ച്, നമുക്ക് എഫ് എച്ചിലേക്ക് ഒരു ലെറ്റർ കഴിഞ്ഞിട്ടാണ്. എച്ചിനെ ജെയിലേക്ക് ഒക്കെ ഒരു ലെറ്റർ കഴിഞ്ഞിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ജെനെ എല്ലിലേക്ക് ഒരു ലെറ്റർ കഴിഞ്ഞിട്ട്. എല്ലിനെ അപ്പോൾ കോഡ് ചെയ്യേണ്ടത് ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് എന്നിലേക്ക്. ഇവിടുത്തെ ലെറ്റർ ഏതാ വരേണ്ടത്? എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ലെറ്റർ നോക്കാം. ഇനെ ജിയിലേക്ക്, ഇവിടെ ഉള്ളത് ഇനെ ജിയിലേക്ക് കണ്ടോ, ഒരു ലെറ്റർ കഴിഞ്ഞു. ജീനെ ഐയിലേക്ക് ഒരു ലെറ്റർ കഴിഞ്ഞിട്ട്. ഐനെ കെയിലേക്ക് ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് കണ്ടോ, ഐനെ കെയിലേക്ക്. അടുത്തത് കെനെ ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് എം, ഇവിടെ എം ആണ് വരിക. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ലെറ്റർ നോക്കാം. ഡീനെ എഫിലേക്ക് ഒരു ലെറ്റർ കഴിഞ്ഞിട്ട്. എഫിനെ എച്ചിലേക്ക് ഒരു ലെറ്റർ കഴിഞ്ഞിട്ട്. എച്ചിനെ ജെയിലേക്ക് ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് അല്ലേ? അപ്പോൾ ജെനെ എങ്ങനെ കൂടിയാ? ഒരു ലെറ്റർ കഴിഞ്ഞിട്ട്. ജെൻ്റെ ഒരു ലെറ്റർ കഴിഞ്ഞാൽ ഇവിടെ ഏതാ? എല്. അപ്പോൾ ഇവിടുത്തെ കോഡ് എന്ന് പറയുന്നത് NML. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. ഒരാൾ 40 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു. ഒരു മിനിറ്റിൽ അയാൾ 4 മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും 2 മീറ്റർ താഴോട്ട് ഇറങ്ങും. എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും? അപ്പോൾ 40 മീറ്റർ നീളമുള്ള ഒരു തൂണാണിത്. 40 മീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റിൽ അദ്ദേഹം 4 മീറ്റർ കയറും. 4 മീറ്റർ കയറുകയും ചെയ്യും, 2 മീറ്റർ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് 2 മീറ്ററാണ് മൂവ് ചെയ്യാൻ കഴിയുന്നത്. വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും 2 മീറ്റർ മൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെ തുടർച്ചയായി പോയാൽ 18 മിനിറ്റ് ആവുമ്പോൾ അദ്ദേഹത്തിന് എത്ര മീറ്റർ മൂവ് ചെയ്യാൻ കഴിയും? 18 × 2, കാരണം ഒരു മിനിറ്റിൽ 2 മീറ്ററാണ് മൂവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എത്ര മീറ്റർ മൂവ് ചെയ്യാൻ കഴിയും? 18 × 2 മീറ്റർ, ദാറ്റ് ഈസ് 36 മീറ്റർ മൂവ് ചെയ്യാൻ കഴിയും 18 മിനിറ്റ് കൊണ്ട്. 19ാമത്തെ മിനിറ്റിൽ ഇപ്പോൾ 36 മീറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. 4 മീറ്റർ മുന്നോട്ട് പോകും, അപ്പോൾ ടോപ്പിലെത്തി. പിന്നെ 2 മീറ്റർ ഇറങ്ങുള്ളൂ. അപ്പോൾ ടോപ്പിലെത്താൻ പിന്നെ ഒരു മിനിറ്റും കൂടി മതി, അത് 19ാമത്തെ മിനിറ്റിലെത്തും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. 5 പേർ വഴിയിലൂടെ നടന്നു പോകുകയാണ്. പിയുടെ മുന്നിലായി എസും ക്യൂവിന് പിന്നിലായി ടിയും പിക്കും ക്യൂക്കും മധ്യത്തിലായി ആറും നടക്കുന്നു. എങ്കിൽ ഏറ്റവും മധ്യത്തിലായി നടക്കുന്നത് ആര്? ഇപ്പോൾ 5 പേര് വഴിയിലൂടെ നടന്നു പോവാം. ഇങ്ങോട്ടാണ് നടന്നു പോകുന്നത്. പിയുടെ മുന്നിലായി എസ്, പി ഇവിടെ ഉണ്ട്, പിയുടെ മുന്നിലാണ് ആര്? എസ് ഉള്ളത്. ക്യൂവിന് പിന്നിലായി ടിയും, ഇവിടെ ക്യൂ ഉണ്ട്, ക്യൂവിൻ്റെ പിന്നിലാണ് ആര്? ടി. പിക്കും ക്യൂവിനും മധ്യത്തിലായി ആറും, പിക്കും ക്യൂവിനും ഒത്ത മധ്യത്തിലാണ് ആര്? ആറ്.
നടക്കുന്നു എങ്കിൽ ഏറ്റവും മധ്യത്തിലായി നടക്കുന്നത് ആര്? ഏറ്റവും മധ്യത്തിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിൽ ഏറ്റവും സെൻട്രലായിട്ട് നിൽക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ട്രെയിൻ എന്നത് 20, 18, 19, 14 എന്ന രഹസ്യ കോഡ് നൽകിയാൽ എൻജിൻ എന്നതിൻ്റെ കോഡ് എത്ര? നമുക്കിവിടെ ട്രെയിനിനെ എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത്? 20, 18, 19, 14. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഡ് ചെയ്യേണ്ടത് എൻജിൻ, ENGINE. അപ്പോൾ ഈ ട്രെയിനിനെ എങ്ങനെയാണ് ഈ രീതിയിൽ കോഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് എല്ലാം അതിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് അടക്കം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെറ്റർ ടി ആണ്. ടി എത്രാമത്തെ ലെറ്റർ? 20. അപ്പോൾ 20 ഇവിടെ എഴുതി. 6, അടുത്ത ലെറ്റർ 6 ആണ്. 6 എത്രാമത്തെ ലെറ്ററാ? 18ാമത്തെ ലെറ്റർ. 18 എഴുതി. അടുത്ത ലെറ്റർ എ ആണ്. എ എത്രാമത്തെ ലെറ്റർ? 1ാമത്തെ ലെറ്റർ. അടുത്തത് ഐ ആണ്. ഐ 9ാമത്തെ ലെറ്റർ. അടുത്തത് എൻ ആണ്. എൻ എത്രാമത്തെ ലെറ്റർ? എൻ 14ാമത്തെ ലെറ്റർ. നോക്കൂ, 20, 18, 19, 14 അതിനല്ലേ ഇവിടെ കോഡ് ചെയ്തുള്ളത്? 20, 18, 19, 14. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കോഡ് ചെയ്തുള്ളത്? ഓരോ ലെറ്റേഴ്സിൻ്റെയും കറസ്പോണ്ടിങ് പൊസിഷണൽ നമ്പർ നമ്മൾ എടുത്ത് എഴുതി. അപ്പോൾ എൻജിൻ നമ്മളെങ്ങനെ കോഡ് ചെയ്യുക? ഇ എത്രാമത്തെ ലെറ്റർ? 5. അടുത്ത ലെറ്റർ എൻ എത്രാമത്തെ ലെറ്റർ? 14. അടുത്തത് ജി എത്രാമത്തെ ലെറ്റർ? 7ാമത്തെ ലെറ്റർ. അടുത്തത് ഐ എത്രാമത്തെ ലെറ്റർ? 9ാമത്തെ ലെറ്റർ. അടുത്തത് എൻ എത്രാമത്തെ ലെറ്റർ? 14ാമത്തെ ലെറ്റർ. അടുത്തത് ഇ എത്രാമത്തെ ലെറ്റർ? 5ാമത്തെ ലെറ്റർ. അപ്പോൾ നമ്മളെ പൊസിഷൻ, നമ്മളെ ഈ കോഡിംഗ് എന്ന് പറഞ്ഞാൽ 51, 47, 91, 45 അല്ലേ? അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 12, 28, 24 എന്നീ സംഖ്യകളുടെ ഉസാഗ എത്ര? 12, 28, 24 എന്നീ സംഖ്യകളുടെ ഉസാഗ എത്ര? ഉസാഗയാണ് നമുക്ക് കാണേണ്ടത്. അതായത് 12ലും 28ലും 24ലും കോമൺ ആയിട്ട് പോകുന്ന സംഖ്യകൾ ഞാൻ 4 എടുത്തു. 4 കൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 12ൽ എത്ര 4 ഉണ്ട്? 3 4 ഉണ്ട്. 28ൽ എത്ര 4 ഉണ്ട്? 7. 20ൽ 5, 24ൽ 6, 28ൽ 7, 4 ഉണ്ട്. 24ൽ 6 4. ഓക്കെ, ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ കഴിയുമോ? കോമൺ ആയിട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ കഴിയില്ല. 3, 7, 6 ആണ്. അപ്പോൾ 12ൻ്റെയും 24ൻ്റെയും 28ൻ്റെയും HCF എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 14.3 പ്ലസ് 16.78 മൈനസ് ഡാഷ് ഈക്വൽ ടു 9.009 പൂരിപ്പിക്കാനുള്ളത് എന്താണെന്നാണ് നമുക്ക് കാണേണ്ടത്. 14.3 പ്ലസ് 16.78 മൈനസ് ഡാഷ് ഈക്വൽ ടു 9.009. നമുക്കിവിടെ ഈ ഡാഷ് ഇതാണ് കാണേണ്ടത്. സപ്പോസ് ഇവിടെ എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് മാറ്റി എഴുതുമ്പോൾ 14.3 പ്ലസ് 16.78 മൈനസ് എക്സ് ഈക്വൽ ടു 9.009. ഈ മൈനസ് എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ, ഈ 9.009 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 14.33 പ്ലസ് 16.78 മൈനസ് 9.009 ഈക്വൽ ടു മൈനസ് എക്സ്. അവിടെ പോകുമ്പോൾ എന്താവും? പ്ലസ് എക്സ് ആവും. അപ്പോൾ ഇനി നമ്മളിത് ചെയ്യുമ്പോൾ 14.300 പ്ലസ് നമ്മൾ എന്തിനാണ് 00 ഇട്ട് കൊടുത്തത്? ഇവിടെ 3 ഡെസിമൽ ഉണ്ട്. അപ്പോൾ ഇവിടെ 3 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 00 ഇട്ട് കൊടുത്തത്. ഇവിടെ 16.78 ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കും 3 ആക്കാൻ വേണ്ടിയിട്ട്. മൈനസ് ഇവിടെ 9 ഉള്ളൂ. അപ്പോൾ നമ്മൾ 0.009 ഈക്വൽ ടു എക്സ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 0 ആണ്. 0 പ്ലസ് 0 0 0 മൈനസ് 9. 0 ഒന്നും മൈനസ് പോവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇത് രണ്ടൊന്ന് കൂട്ടുക, എന്നിട്ട് ലാസ്റ്റ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 0 0 0 0 പ്ലസ് 8 8 3 പ്ലസ് 7 10 10ക്ക് 0 ശിഷ്ടം 1 പോയിൻറ്റ് 4 പ്ലസ് 6 10 10 1 11ക്ക് 1 ശിഷ്ടം അഗെയിൻ 1.
അടുത്തത് 1 1 2 2 1 1 3. അപ്പോൾ 31.080 ആണ് കിട്ടുക. മൈനസ് എന്തുണ്ട്? 0.909. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഇത് കുറക്കണം. അപ്പോൾ 0 നിന്ന് 9 പോയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1 ഇങ്ങോട്ട് കൊടുത്തു. ഇവിടെ 10 ആയി. 10 നിന്ന് 9 പോയാൽ 1. അപ്പോൾ ഇവിടെ ഇനി 7 ഉള്ളൂ. 7 നിന്ന് 0 പോയാൽ 7. 0 നിന്ന് 0 പോയാൽ 0 പോയിന്റ്. ഇവിടെ 1 ആണുള്ളത്. 1 നിന്ന് 9 പോയില്ല. അപ്പോൾ ഇവിടെ 1 കിട്ടും. 11 നിന്ന് 9 പോയി കഴിഞ്ഞാൽ 2. പിന്നെ ഇവിടെ 2 ആണുള്ളത്. 2 നിന്ന് 0 പോയാൽ 2. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 22.071. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 5/9 എന്ന ഭിന്നസംഖ്യയുടെ വർഗം എത്ര? 5/9 വർഗം, അതായത് 5/9 ഹോൾ സ്ക്വയർ. 5/9 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ ഡിവൈഡ് ബൈ 9 സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ബൈ 9ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 81. അപ്പോൾ 25/81. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 3 സംഖ്യകളുടെ ശരാശരി 24. അതിൽ 2 സംഖ്യകൾ 14, 22 ആയാൽ മൂന്നാമത്തെ സംഖ്യ എത്ര? അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? 3 സംഖ്യകളുടെ ശരാശരി 24 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 സംഖ്യകൾ ഏതൊക്കെയാണ്? 14ഉം 28ഉം ആണ്. നമുക്ക് മൂന്നാമത്തെ സംഖ്യയാണ് കാണേണ്ടത്. മൂന്നാമത്തെ സംഖ്യ നമ്മൾ എക്സ് ആക്കി എടുത്തു. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 3 സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 24. ദാറ്റ് മീൻസ് 14 പ്ലസ് 28 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 24. കാരണം ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമ്മ് ഡിവൈഡ് ബൈ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ 3 അങ്ങോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ 14 പ്ലസ് 28. 14 പ്ലസ് 28 4ഉം 8ഉം 12. 12ക്ക് 2 ശിഷ്ടം 1. 1ഉം 2 3 3 1 4 42 പ്ലസ് എക്സ് ന്യൂമറേറ്റർ കിട്ടും ഈക്വൽ ടു ഈ 3 അങ്ങോട്ട് കൊണ്ടുവന്നാൽ 24 × 3. 24 × 3 ചെയ്താൽ നമുക്ക് 4 3 12ക്ക് 2 ശിഷ്ടം 1 2 2 × 3 6 6 1 72 കിട്ടും. ഇവിടെ 72. അപ്പോൾ എക്സ് ഈക്വൽ ടു 72 മൈനസ് 42. ദാറ്റ് ഈസ് 2 നിന്ന് 2 പോയാൽ 0. 7 നിന്ന് 4 പോയാൽ 3. അപ്പോൾ എക്സിൻ്റെ വില എത്ര? മൂന്നാമത്തെ സംഖ്യ എത്ര? 30 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. 2597 മൈനസ് ഡാഷ് ഈക്വൽ ടു 997. നമുക്ക് പൂരിപ്പിക്കേണ്ട ഭാഗത്തുള്ളതാണ് എഴുതേണ്ടത്. 2597 മൈനസ് എക്സ് ഈക്വൽ ടു 997. അപ്പോൾ നമ്മൾ എക്സ് കാണും. ഈ മൈനസ് എക്സിനെ കൊണ്ട് കൊണ്ടുവന്നാൽ 2597 മൈനസ് 997 ആണെന്ത്? എക്സ്. അപ്പോൾ നമ്മൾ 2597 നിന്ന് 997 കുറക്കണം. 7 നിന്ന് 7 പോയാൽ 0. 9 നിന്ന് 9 പോയാൽ 0. 5 നിന്ന് 9 പോയില്ല. അപ്പോൾ ഇവിടുന്ന് 1 എടുത്തു. 15 നിന്ന് 9 പോയാൽ 6. പിന്നെ ഇവിടെ 1 ഉള്ളൂ. 1 നിന്ന് 0 പോയാൽ 1. അപ്പോൾ 1600 ആണ് എന്ത്? ഡാഷ് പൂരിപ്പിക്കേണ്ട ഭാഗത്ത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.